പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ എത്ര അധികം വിഭവങ്ങളാണല്ലേ ഈ ഒരു ചിക്കൻ വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. ഇത്ര അധികം വിഭവങ്ങൾ ചിക്കൻ വെച്ചിട്ടല്ലാതെ വേറെ എന്തെങ്കിലും വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല പല സ്ഥലങ്ങളുടെ പേരിലൊക്കെയാണല്ലേ ചിക്കൻ്റെ ഓരോ റെസിപ്പീസും വരുന്നത്. ഹൈദരാബാദി, കാശ്മീരി, പാകിസ്ഥാനി അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് പല പല സ്ഥലങ്ങളുടെ പേരിൽ തന്നെ ചിക്കൻ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി ഇതുപോലെ മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറി ചെറുതായിട്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു 600 ഗ്രാം ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ചിക്കനൊക്കെ ഈ ഒരു നെയ്യിൽ കിടന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു ചിക്കൻ്റെ ഒരു കളറൊക്കെ ഒന്ന് അങ്ങ് മാറി വരണം കേട്ടോ. ഇതുപോലെ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ലൊരു വെള്ള കളറിലായിട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്ന അളവ് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു അളവിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള സവാളയാണ്. അത് ചെറുതായിട്ടൊന്ന് ഒരു മീഡിയം സൈസിലുള്ള സവാള കേട്ടോ ചെറുതായിട്ട് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഹാഫ് കുക്കായിട്ട് വരുന്ന ചിക്കൻ ഇപ്പോൾ കംപ്ലീറ്റ് കുക്കായിട്ടില്ല. ഇതുപോലെ ചിക്കൻ ഒരു ഹാഫ് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു തക്കാളി അരിഞ്ഞതും ഒരു 2 പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് നിറയെ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലയ്ക്കൊന്ന് എത്തി ഇതുപോലെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇനി ഒന്ന് ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും. പിന്നെ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്തും വെള്ളം ഉണ്ടായിട്ട് വരും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ബട്ടറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രഷ് ക്രീമും കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ നെയ്ച്ചോറിൻ്റെയോ പൊറോട്ടയുടെ ഒക്കെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.